എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കമലഹാസൻ സർ, തൃഷ, അഭിരാമി, ജോജു സർ, കൃഷ്ണമൂർത്തി, ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. കാരണം ഏറ്റവും നല്ല ഒരു തമിഴ് ചിത്രം അത് കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള സന്ദർഭം എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ പൊന്നിയിൻ സെൽവം എന്ന ഒരു പടത്തെ ആദ്യം ഇവിടെ ക്ഷണിച്ചപ്പോൾ അന്ന് കമലഹാസനും ദൃശ്യം എല്ലാവരും ഇവിടെ വന്നിരുന്നു. അപ്പോൾ സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, ഏറ്റവും നല്ല പടങ്ങൾ ഈ കേരളത്തിൽ കൊണ്ടുവന്നാൽ അത് രുചിക്കാനും ആസ്വദിക്കാനുള്ള ഒരു മലയാളി ടേസ്റ്റ് നമുക്കുണ്ട് എന്നതാണ്. രണ്ടാമത് കമലഹാസനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം MP ആയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ഇയാൾ MP ആയി മാറിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു പരിപാടി, വളരെ ആഘോഷമായിരുന്നു തമിഴ്നാട് മുഴുവനും. അത്ര സന്തോഷമാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു ജനങ്ങളെ പിന്തുണ, അതായത് ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു നായകൻ ഇവിടെ ഒരു MP ആയി മാറുമ്പോൾ കലാരംഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോകസഭയിൽ എത്തിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കമലഹാസൻ. മാത്രമല്ല 6 വയസ്സ് മുതൽ ഈ സിനിമാ ലോകത്തിൽ അതിശയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കമലഹാസൻ. കാരണം ഒരു ഇതിഹാസമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുകയാണെങ്കിൽ. കാരണം ഞാൻ വളരെ ചെറുപ്പം 40 കൊല്ലം മുമ്പേ മദ്രാസിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് വളർന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ടേസ്റ്റ്, അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലുള്ള കഴിവുകൾ നമ്മൾ എടുത്തു പറയുന്നതാണ്. കാരണം പുതിയൊരു തലമുറയ്ക്ക് ഏറ്റവും ഒരു മഹത്തായ ഒരു ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഇദ്ദേഹം. അത്രയും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ. അദ്ദേഹവും പിന്നെ നമ്മളെ ഡയറക്ടർ മണിരത്നം ദൃശ്യമെല്ലാം കൂടി ചേർന്നുള്ള ഒരു പടത്തിൽ ഇവിടെ കേരളത്തെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഇതിന് എനിക്കൊന്നു മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ, ഇതിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ പ്രേക്ഷകരുണ്ടാക്കണം. നമ്മുടെ നാട്ടുകാർ അതിന് സ്വീകരിക്കുന്നവരാണെന്ന് എനിക്ക് എല്ലാവരും അറിയാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. കൃഷ്ണമൂർത്തി സർ, കൃഷ്ണമൂർത്തി സർ സംസാരിക്കില്ലല്ലേ? ഇനി നമുക്ക് അഭിരാമിയിൽ നിന്ന് 2 വാക്ക് കേൾക്കാം. അഭിരാമി. എല്ലാവർക്കും നമസ്കാരം. എന്റെ ജന്മനാടായ തിരുവനന്തപുരത്തിലേക്ക് തിരിച്ച് എത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതെ, ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രമിൽ ഒരു കൈയടി കൊടുക്കാം. എന്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ പിച്ചവെച്ച് തുടങ്ങിയത് ഇവിടെയാണ്. TV-യിൽ നിന്നും തുടങ്ങി മലയാള സിനിമ, പിന്നെ തമിഴ്, കന്നഡ, തെലുങ്ക്, അങ്ങനെ നിരവധി സിനിമകളിൽ എത്താൻ കഴിഞ്ഞത് എനിക്ക് കേരളം തന്ന സപ്പോർട്ടാണ്. സോ കേരളത്തിൽ നിന്ന് ഞാൻ ആദ്യ പാഠങ്ങൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അഭിരാമിയായിട്ട് ഞാനിവിടെ നിൽക്കില്ല. സോ ആ ഒരു കടപ്പാട് എനിക്ക് എന്നും കേരളത്തിനോടുണ്ട്. ആൻഡ് നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടു, എങ്ങനെയുണ്ട്? കൊച്ചിയിലുള്ള ആൾക്കാർ ചോദിച്ചപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് കുറച്ചുകൂടെ നോയ്സ് ഉണ്ടാക്കണ്ടേ, ശബ്ദം ഉണ്ടാക്കണ്ടേ? കൊച്ചിക്കാരെ നമുക്ക് ഇച്ചിരി ഒന്ന് തൊപ്പിക്കണ്ടേ? പൊളിച്ചു. ഒരാള് പറഞ്ഞു എന്താ മാഷേത്, കിടില, അടിപൊളി, അത് തന്നെ. സോ എല്ലാവരും June 5th പോയിട്ട് തിയേറ്ററിൽ തന്നെ തഗ് ലൈഫ് എന്ന സിനിമ കാണുക. ഒരു ആക്ടറിന് എവിടെ പോയാലും ഒരു താര ആരാധന എന്ന് പറഞ്ഞുള്ളൊരു സംഭവം വേറെ സ്റ്റേറ്റ്സിലൊക്കെ കിട്ടും. പക്ഷെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. താരത്തിനെ അല്ല, അവരുടെ ടാലന്റിനെയാണ് ശരിക്കും ആരാധിക്കുന്നത്. സോ മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരാള് ശരിക്കും അവര് ജയിച്ചു എന്ന് തന്നെ പറയാം. സോ ഇതുവരെ എനിക്ക് കിട്ടിയ സ്നേഹത്തിന് വളരെയധികം നന്ദി. ഞാനത് ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച്. ഈ സിനിമയെ നിങ്ങൾ അങ്ങനെ 2 കൈ നീട്ടി സ്വീകരിക്കണം. എല്ലാവരും കണ്ടാസ്വദിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമുക്ക് ജോജുവിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. തഗ് ലൈഫിന്റെ ഓരോ പ്രൊമോഷൻസും എക്സൈറ്റ്മെന്റിലുള്ളതാണ്. കാരണം ഈ 5-ാം തീയതി വരെ ഉള്ളൂ ഈ ആഘോഷങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാം കാണാനായിട്ട് നമുക്ക് കൊതിക്കേണ്ടി വരും. അപ്പോൾ ഈ ടീമിനോടൊപ്പമുള്ള ഓരോ മീറ്റിങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചിൽ മൂഡാണ്. താങ്ക് യു. എന്താ പറയാ, ഒരുപാട് സന്തോഷമാണ്
5-ാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമ. ആദ്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ തഗ് ലൈഫിന്റെ ഈ പോസ്റ്ററിൽ കണ്ടു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത് ആ സിനിമയിലൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീനിലെ ഫോട്ടോ ആണ്. അതിലും എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ലാത്ത ഒരു ഇതാണ്. പറഞ്ഞു തന്നെ ഞാൻ പറയേണ്ട വരും. ഒരുപാട് സ്നേഹം കമൽ സാറിനോടും മണി സാറിനോടും ടീമിനോടും എല്ലാവരോടും. താങ്ക് യു. Now, the one and only Trisha Krishnan. Ellarkum namaskaram. Very, very happy to be back in Trivandrum again. And thank you, Gopalan sir. Good to meet you again after PS. And as inga ellarkum, I think ellarkum Tamil theriyum, so na Tamil konjam pesren. Inga ungalku ellarkum theriyum evlo we love your cinema, how much we respect Malayalam cinema. It's one of the reasons why எல்லா வருஷமும் நான் ஒரே ஒரு மலையாளம் படம் எப்படியாவது ட்ரை பண்ணுவேன் டு டூ இட். அண்ட் இன் டர்ன் யூ ஹேவ் வெல்கம்ட் அஸ் ஆல்வேஸ் வித் ஓப்பன் ஆர்ம்ஸ். இங்கே நீங்கள் நம்ம படங்களை பார்க்குறீங்க, ரசிக்கிறீங்க, செரிஷ் பண்ணுறீங்க. அண்ட் ஐ ஹோப் தட் தக் லைஃப் இஸ் ஒன் சச் ஃபில்ம். ஸோ குட் டு see you all again. Thank you. Thank you so much, Trisha. Now, the one we all have been waiting. Congratulations, sir, for the new move. Ladies and gentlemen, Kamal Hassan, sir. എല്ലാവർക്കും നമസ്കാരം. ഗോപാലൻ സാർ, വി സ്റ്റാർട്ടഡ് ആസ് ജിം മേറ്റ്സ്. ഞങ്ങൾ തുടങ്ങിയത് ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് ജിമ്മിലാണ്. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ സിനിമ മേറ്റ്സ് ആവുമെന്ന്. വേറെ വേറെ ബിസിനസ്സിലായിരുന്നു ഞങ്ങൾ. ഇന്ന് അവിടെയും കണ്ടുമുട്ടി എന്നുള്ളത് സന്തോഷം എനിക്കുണ്ട്. ആൻഡ് ഈ ഈസ് എ സ്ട്രോങ് സപ്പോർട്ട് ഫോർ Gopalan sir and to us also. Krishnamurthy, thank you. ജോജു ഇനി ഒന്നും പറയില്ല ഞാൻ ജോജുവിനെ പറ്റി. അവിടെ വെച്ച് മ്യൂസിക് ഓഡിയോ റിലീസിൽ ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞത്. പുള്ളി കറഞ്ഞുപോയി. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇനി ഭാഷ മനസ്സിലാകാത്തവര് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, അങ്ങനെ കറിയാണെന്ന്. ഞാൻ നല്ല വാർത്തയാണ് പറഞ്ഞത് സാർ, അത് ഞാൻ അടുത്ത ഫംഗ്ഷനിൽ പറയണമെന്ന് വെച്ചൊരു കാര്യമാണ്.